ഹലോ ഗൈസ്, കിസാൻ വാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ അതിഥി വിയറ്റ്നാം സൂപ്പർ എയർലി ചക്ക. അപ്പൊ ചക്കയുടെ വിശേഷങ്ങളൊന്നും നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ആദ്യമായി നമുക്ക് ഒരു ചക്ക നമുക്ക് ഈ പ്ലാവിൽ നിന്ന് നമുക്ക് അടർത്തിയെടുക്കാം. ഉണ്ടാ പഴുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ ഇത് നമുക്ക് മുറിക്കാം. ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ ഒരു ഞെട്ടയിലൊരു 6 ചക്കയാണ് നമുക്കിപ്പോ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത് പഴുക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. എന്താ ഇതാണ് നിന്റെ ചക്ക. നമുക്കത് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ ചക്ക പൊതുവെ വലിപ്പം കുറവായിരിക്കും. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഉണ്ടായത് കൊണ്ടായിരിക്കും ഇത്രയും ഒരെണ്ണം വലുതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞില്ല, ചുവപ്പ് കളറാണ് വരുന്നത്, പക്ഷെ ഇതിന് ഇപ്പം കളറ് കുറവാണ്. എന്നാലും നല്ല കരുത്തൊക്കെ ഉണ്ടാവും. ഏതായാലും ഇത് നമ്മളുടെ നാടൻ ചക്കയേക്കാളും വളരെ ടേസ്റ്റാണ്. മധുരം അല്പം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ എന്നാലും നല്ല കഴിക്കാൻ നല്ല സുഖമാണ്. സാധാരണ ഈ വരിക്ക ചക്ക മാതിരി ഇരിക്കും ഇത്. കൊള്ളാം, നല്ല മധുരമുണ്ട്. സാധാരണ വിയറ്റ്നാം എയർലി സൂപ്പർ ചക്ക നല്ല ചുവന്ന കളറാണ് വരുന്നത്, പക്ഷെ ഇതിന് ചുവന്ന കളറില്ല. പക്ഷെ എന്നാലും എൻ്റെ ചുളയ്ക്ക് നല്ല കരുത്തുണ്ട്, നല്ല ബലമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കൂ. കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. മറ്റുള്ള ചക്കയേക്കാളും പൊല്ല കുറവായിരിക്കും ഇതിന്, ചുളയായിരിക്കും ഇതിന് കൂടുതലുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഈ വിയറ്റ്നാം എയർലി സൂപ്പർ ബഡ് തൈ വാങ്ങിച്ചു വെച്ച് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. ഈ ചക്ക പൊതുവെ ഒരുപാട് വലുതാവില്ല, പക്ഷെ എണ്ണം കൂടുതലുണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ മുള്ളൊക്കെ എന്ന് പറഞ്ഞാൽ പതിഞ്ഞ മുള്ളായിരിക്കും. നല്ല ടേസ്റ്റും മറ്റുള്ള ചക്കകളും നല്ല ടേസ്റ്റും ആയിരിക്കും. ഇപ്പോൾ ഒരുപാട് ഹൈറ്റ് ഇല്ലാതെ തന്നെ പെട്ടെന്ന് കായ്ക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ചക്ക ഒരു ബഡ് തൈ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു 1.5 വർഷമൊക്കെ ആകുമ്പോഴത്തേന് ഇത് കായ്ച്ചു തുടങ്ങും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ മറ്റ് കേടുകളൊന്നും ഇത് വന്ന് കാണാറില്ല. അതുപോലെ തന്നെ ഇത് ഒരുപാട് പൊക്കം വയ്ക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. അത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരുമാതിരി ഇങ്ങനെ പിന്നെ ഒരു വർഷമൊക്കെ ആകുമ്പോൾ നമ്മളതിൻ്റെ ഇല പ്രൂൺ ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ഒരാൾ നിന്ന് ചക്ക പറിച്ചെടുക്കാവുന്ന രീതിയിലുള്ള ഹൈറ്റിൽ ആകുമ്പോഴത്തേന് നമ്മളത് പ്രൂൺ ചെയ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം ശിഖരങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ചക്കയും കൂടുതലുണ്ടാകും. ഇതിപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പ്രൂൺ ചെയ്ത് നിർത്തിയതാണ്. ഇപ്പം കണ്ടല്ല, നല്ലപോലെ ഇല തളിർത്തൊക്കെ വരികയാണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ റെഗുലറായിട്ട് ഇങ്ങനെ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിപ്പം ഇതിന് സാധാരണ സീസണൽ ചക്കയൊന്നും അല്ല. ഇത് എപ്പോഴും ഇങ്ങനെ ചക്ക ഉണ്ടാകും. നമുക്ക് ആവശ്യത്തിന് നമുക്ക് പിന്നെ ഇപ്പോൾ വലിയ മരമാണെങ്കിൽ അതിന് കയറിയിടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ഇതാകുമ്പോൾ നമുക്ക് താഴെ നിന്ന് തന്നെ വളരെ പിള്ളേർക്കാണെങ്കിലും വീട്ടിലുള്ളവർക്ക് ആണെങ്കിലും ഒക്കെ തന്നെ നമുക്കിത് ചെത്തി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഈ ബഡ് തൈ കൊണ്ട് വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 70 സെൻറ്റിമീറ്റർ ആഴവും ഒരു 60 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു 50 സെൻറ്റിമീറ്ററോളം ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ മറ്റ് ചെറിയ ചപ്പും ചവറും കൂടി നിറച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ബഡ് തൈ വെച്ചത്. വെച്ച് ഏകദേശം നമുക്കൊരു 1.5 വർഷമായപ്പോൾ തന്നെ ഇത് കായ്ച്ചു തുടങ്ങിയെന്നുള്ളതാണ്. നമ്മൾ ഈ ബഡ് തൈ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ പ്രൂൺ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അഗ്രഭാഗത്ത് സാഫ് ഒരു പിന്നെ ഫംഗിസൈഡാണ്, അത് നമ്മൾ കലക്കി കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അതിൻ്റെ മുറിച്ച ഭാഗത്തുനിന്ന് തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ മറ്റേ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.